പ്രേക്ഷകരിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പാനിക്കുളങ്ങര ഫാമിലിയുടെ റോയൽ ഏലാച്ചി നമ്പർ 1 ഏലച്ചെടിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ആ ഏലച്ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുമൂലം നമ്മുടെ കർഷകർക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് ലാഭത്തിൽ ഏലകൃഷി നടത്താൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ഈ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ ഏലാച്ചി നമ്പർ 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഇത് 30 കായിൽ കൂടുതൽ ഒരു കൊത്തയിൽ പിടിക്കുന്നതാണ്. അതുപോലെ 30 to 40 കൊത്തും ഒരു ചിരത്തയിലുണ്ടാകുന്നതിനാണ്. ഒരു ചിമ്പിൽ 3 മുതൽ 4 ചിരൻ വരുന്ന ഇനമാണ്. കായ്ക്ക് നല്ല ബോൾഡാണ്. കായ കാണുമ്പോൾ നല്ല ബോൾഡ് കായാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ കായ എടുത്ത് പോയിട്ട് നിറച്ച് കാ പിടിക്കുന്നതാണ്. ഈ വർഷത്തെ പ്രത്യേക കാലാവസ്ഥ ഇത്ര മോശമാണെങ്കിൽ പോലും അതിൽ വലിയ കൊത്തുകേടില്ലാതെ നിറച്ച് കായ പിടിച്ചിട്ടുള്ള ഇനമാണ്. കായ്ക്കുമ്പോഴും പുതിയ ചിമ്പുകൾ ധാരാളമായിട്ട് വരുന്ന ഇനമാണ്. കണ്ടമാനം ഹൈറ്റ് ഇല്ല, എങ്കിലും ഒരു 10-12 അടി വരെ ഹൈറ്റ് വരുന്നതാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ഇനമാണ്. ഈ ഒരു റോയൽ ഏലാച്ചി നമ്പർ 1 അതുപോലെ തന്നെ നമ്പർ 2 നമ്മൾ കുറേ ചെടികൾ ഇവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി നമ്മുടെ തോട്ടത്തിൽ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മുന്നോട്ടും ആ ഒരു ഏലച്ചെടിയുടെ വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേഷൻ പ്രേക്ഷകരിലേക്ക് തരുന്നതാണ്. കൃത്യമായിട്ടുള്ള അതിൻ്റെ വളർച്ചയും ഗ്രോത്തും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എത്രമാത്രം നമുക്ക് അതിൽ നിന്ന് ഫലമെടുക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു തോട്ടത്തിൽ വന്നപ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രമാത്രം നല്ല രീതിയിൽ അത്രയും നല്ല വിളവുള്ള ഇവരുടെ എല്ലാ ടൈപ്പ് ഏലച്ചെടികൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഓരോന്നും ഒന്നിനൊന്നിനെ മെച്ചമായിട്ട് മുന്നോട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ അവരത് വികസിപ്പിച്ചെടുക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടത്തിൽ കൊണ്ടുപോയി ഇവരുടെ കുറേ തൈകൾ നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ കൃത്യമായിട്ട് മുന്നോട്ടുള്ള എപ്പിസോഡുകളിലൂടെ നമ്മൾ എത്തിക്കുന്നതാണ്.